ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്കറിയാം ഏകദേശം 3 മാസത്തിൽ കൂടുതലായി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പരിപാടി എല്ലാം ഇട്ടിട്ട്. സോ അതെല്ലാം ഇനി തൊട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. ഇനി തൊട്ട് ആഴ്ചയിൽ 3 ദിവസം എന്തായാലും ഒരു വീഡിയോ വരും. അതുമാത്രമല്ല, നമ്മൾ കാർ മാത്രമായിരിക്കില്ല ഇനി തൊട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. മെയിൻലി ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് വീഡിയോസാണ്. സോ കുറച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നാൾ വീഡിയോ ഇടാതെ ഇരുന്നത് എന്ത് കണ്ടൻറ് ഇടും എന്ന് ആലോചിച്ചായിട്ടാണ്. പിന്നെ ആയിരുന്നു ആലോചിച്ചപ്പോൾ ഡെയിലി എന്താണ്ടൊക്കെ നടക്കുന്നുണ്ട്. സോ ഇനി തൊട്ട് വരുന്ന എല്ലാ വീഡിയോസും ഡെയിലി എൻ്റെ ലൈഫിനകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അതായിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി പ്രിറ്റി എക്സൈറ്റിംഗ്. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം തുടങ്ങാം. ആൻഡ് ഓൺ ദാറ്റ് ബോംഷെൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ഗൈസ് ടു അവർ ന്യൂ മെമ്പർ. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ വണ്ടി. ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് എ 2019 മോഡൽ Volkswagen Passat. ഈ വണ്ടി ഞാൻ പോളിഷ് ചെയ്ത് ഇറക്കിയതായിരുന്നു. പക്ഷേ മെന്നാന്ന് ഒരു സൈക്കിളുകാരൻ വന്നിട്ട് ഒരു ഒറ്റയടി ഇത് പോളിഷ് ചെയ്താൽ പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കണം. സോ എനിവേ ഇതാണ് നമ്മുടെ 2019 മോഡൽ Volkswagen Passat ആണ്. ഇത് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഫ്രണ്ട് ഒന്ന് നോക്കണ്ട, ഇത് ഇന്ന് ബിൽഡിങ്ങിൻ്റെ താഴെ പാർക്ക് ചെയ്തപ്പോൾ പറ്റിയതാണ്. സോ എനിവേ വണ്ടി കാണാൻ നല്ല ക്ലീൻ ലുക്കും പരിപാടിയൊക്കെയാണ്. സോ എനിവേ ഇതാണ് നമ്മുടെ മൈൽ വാഹനം തൽക്കാലത്തേക്ക്. കാരണം വേറൊരു വണ്ടിയും കൂടെ ഒരെണ്ണം വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ സർപ്രൈസ്. എനിവേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ. സത്യം പറഞ്ഞില്ല, വണ്ടി അടിപൊളിയും പരിപാടിയൊക്കെയാണ്. പക്ഷേ ഏക ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് തന്നെ. ജർമ്മൻ കാർസിൻ്റെ മെയിൻ്റനൻസ് ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. കാരണം സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 2 മാസമായി. ഞാൻ ഏകദേശം 20,000 കിലോമീറ്റേഴ്സിന് മുകളിൽ ഓടിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ വണ്ടിയുടെ കോയിൽ ഓവറും സ്പാർക്ക് പ്ലഗും എല്ലാം മാറ്റേണ്ടി വന്നത്. പിന്നെ അത് മാത്രമല്ല, അത് വലിയൊരു മേജർ സർവീസ് തന്നെ ചെയ്യാനായിരുന്നു. സോ അതിനെല്ലാം കൂടെ മാത്രം എനിക്ക് ഏകദേശം 2,000 dirhams അടുപ്പിച്ചത്. അതായത് നാട്ടിൽ ഏകദേശം 50,000 രൂപ. സോ ഈ മെയിൻ്റനൻസ് ഫാക്ടർ ഒഴിപ്പിച്ച് വെക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാട്ടോ. സോ എനിവേ ഇന്നത്തെ അജണ്ട എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ 2 ഇവന്റ്സ് ഉണ്ടായിരുന്നു ഇന്ന്. ആദ്യത്തെ ഇവന്റ് നമ്മുടെ സ്കോഡയുടെ ഒരു കാറിന്റെ ഒരു ലോഞ്ച് ഇവന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അബുദാബിയിലാണ്. സോ അബുദാബിയിലേക്ക് പോകാൻ സത്യം പറഞ്ഞാൽ വയ്യ. സോ അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ വേറൊരു വർക്ക്ഷോപ്പ് എടുക്കുന്നുണ്ട് നമ്മുടെ ജുനേറ ലേക്ക് ടവേഴ്സിനകത്ത്. സോ അവിടെ ചെല്ലണം. അവിടെ എന്തോ യൂട്യൂബിന്റെ ഒരു വർക്ക്ഷോപ്പും പരിപാടിയൊക്കെ. സോ നമുക്കിനി നേരെ അവിടേക്ക് പോകാം. അവിടെ നമ്മുടെ ഷെഫിക്കയും പരിപാടി എല്ലാവരും ഉണ്ട്. പിന്നെ അതാണ് ഇന്നത്തെ ആദ്യത്തെ അജണ്ട. പിന്നെ അതിനുശേഷം നമുക്ക് ഇന്ന് റിവ്യൂ യൂണിറ്റ് ആയിട്ട് ഒരു വണ്ടി കിട്ടുന്നുണ്ട്. അത് ഇതുവരെ സത്യം പറയാം നിങ്ങൾ ഇതുവരെ കേട്ടും കാണില്ല കണ്ടും കാണില്ല. കാരണം UAE-ലാകെ ഒറ്റൊരു പീസേ ഉള്ളൂ. ഇവർ ഇതുവരെ ഈ വണ്ടി ലോഞ്ചും ചെയ്തിട്ടില്ല. സോ അത് ആ വണ്ടി നമുക്ക് ഒരു 5 ദിവസത്തേക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് അത് ഏത് വണ്ടിയാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. കാരണം എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു ബ്രാൻഡ്. സോ ഇപ്പോൾ ലോഞ്ച് ആയ ഒരു ബ്രാൻഡാണ്. സോ ഇവർക്ക് ആകെ ഒരു ഒറ്റ പീസേ UAE-ൽ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടിയും കളക്ട് ചെയ്യാം. സോ എനിവേ നമുക്കിനി നേരെ ജുമേറ ലേക്ക് ടവേഴ്സ് ഇപ്പോൾ. ഞാൻ ആദ്യമായിട്ടോ റോഡിൽ ഇതാ പീക്കോക്കിനെ കാണുന്നത്. അതായത് നമ്മൾ ഇവിടെയാണ് വരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു കേട്ടോ പീക്കോക്ക്. ഒരു രക്ഷയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ജുമേറ ടവേഴ്സ് എത്തി. ബൈ ദ വേ ഇതിനകത്ത് ഏത് ബിൽഡിംഗ് ആണെന്ന് എനിക്കറിയില്ല. മിക്കവാറും അത് തന്നെയാവും. സോ അതിനകത്താണ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദിൻ്റെയും ഓഫീസ് ഇരിക്കുന്നത്. സോ പുള്ളിക്കാരൻ ഞാൻ കേട്ടെന്താന്ന് വെച്ചാൽ, ഉറപ്പില്ല, കേട്ടെന്താന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വണ്ടി നേരെ ഒരു എലിവേറ്ററിനകത്ത് കയറ്റിയാൽ നേരെ ആ വണ്ടിയോടെ ലിഫ്റ്റ് പൊങ്ങി പുള്ളിക്കാരൻ്റെ ഫ്ലോറിൽ പോകുന്നതാണ്. സോ അതിലെത്ര സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ എനിവേ പുള്ളിക്കാരൻ്റെ ഓഫീസ് ഇതിനകത്താണെന്ന് മാത്രമേ എനിക്കറിയാം. ഗൈസ് അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ക്രിയേറ്റേഴ്സ് HQ-നകത്ത് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ വന്നത് മെയിനായിട്ട് ഒന്നീ പരിപാടി കൂടാനും പിന്നെ നമ്മുടെ ഷെഫീഖാനെ കാണാനും. മിസ്റ്റർ ഷെഫീഖ്, ഹൗ ആർ യു? എന്താണ് ഇവിടെ നടക്കുന്നത്? പരിപാടി എന്താണ് പരിപാടി? എന്തൊക്കെ നടക്കുന്നുണ്ട്. അതായത് മച്ചാനെ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ഗുഡ് എയറിൻ്റെ ഫൗണ്ടറാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ E-commerce by MSK എന്ന് പറഞ്ഞ് E-commerce ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? സംഭവം എന്താണ്? ഞാൻ അറിയില്ല. നമുക്കൊരു മിച്ച് നോക്കാം. എന്താണ് ഈ ക്രിയേറ്റേഴ്സ് HQ മെയിനായിട്ട്? ക്രിയേറ്റേഴ്സ് HQ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ UAE-ലെ ലോകം മുഴുവനുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ദുബായിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ്. നമ്മളവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഭക്ഷണം കഴിക്കാനുണ്ട്, എല്ലാം ചെയ്യാൻ വരാം. ഇത് ബേസിക്കലി എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വേണ്ടിയുള്ളൊരു സോ അകത്ത് മച്ചാൻ യൂട്യൂബിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. സോ നമുക്ക് എന്തായാലും കയറിയിട്ട് വെക്കാം. ഇയാൾ എന്തോ ഒരു വലിയൊരു യൂട്യൂബർ, 10 million സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. Sarah, Anas, their daughter Mina, and so they are a family of YouTubers. I started working with them when they were at 9. ഗൈസ് അങ്ങനെ 3 മണിക്കൂറിന് ശേഷം, 4 മണിക്കൂർ 5 to 9 മണിയായി ഇപ്പോൾ. ഇത് സംഭവം അടിപൊളിയല്ലേ? ഇത് എന്താണ് ശരിക്കും ഇത് പരിപാടി? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലുള്ള എല്ലാ ക്രിയേറ്റേഴ്സിനെയും ദുബായിലേക്ക് കൊണ്ടുവരുന്ന, ദുബായ് ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ദുബായ്
എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നുള്ള ഗുണം എന്താണെന്ന് അറിയാം. ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരാൾ വിളിച്ചിട്ട് സംസാരിക്കായിരുന്നു. ഇതാണല്ലേ ഇവിടുത്തെ മെയിൻ പരിപാടി. യെസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. മച്ചാൻ ഇവിടെ വന്നിട്ട് മെയിൻ റീസൺ, പ്യുവർ റീസൺ നെറ്റ്വർക്കിംഗ് ആണ് അല്ലേ? അല്ല, ഞാൻ ഇവിടെ അല്ല, എങ്ങോട്ടാണ് നടക്കുന്നത്? അങ്ങോട്ടാണ് നടക്കുന്നത്. നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ അങ്ങനെ നെറ്റ്വർക്ക് ഒന്നും ചെയ്യാറില്ലടാ, നിനക്കറിയില്ലേ, നമുക്ക് ഇൻട്രോവേർട്ട് ആയ കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം. പ്രശ്നം. അവർ സംസാരിച്ച് കഴിയട്ടെ, അതിന് ശേഷം നോക്കാം. അതാണ് ഇത്രയും ലേറ്റ് ആയത്. ഇപ്പോൾ പരിപാടി 3 മണിക്ക്, ഇപ്പൊ 8:30 കഴിഞ്ഞാണ്, ഇപ്പൊ 10:30. നമുക്കിനി നേരെ പോവാം. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ? ബുർജ് ഖലീഫ. ഞാൻ ഇതുവരെ ബോംബ് പൊട്ടിച്ചിട്ടില്ല. ഷെഫീഖ ബുർജ് ഖലീഫയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കിട്ടി, ബുർജ് ഖലീഫയിൽ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ എന്തുണ്ടായി അല്ലേ. നമുക്ക് നേരെ ബുർജ് ഖലീഫ ആക്ടിവായിട്ട് കണ്ടന്റിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഫൈനലി ബുർജ് ഖലീഫയിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഷെഫീഖ, എങ്ങനെയുണ്ട് ബുർജ് ഖലീഫയിൽ താമസിക്കുന്ന എക്സ്പീരിയൻസ്? സാധാരണ വീട്ടിൽ താമസിക്കുന്ന പോലൊക്കെ തന്നെ. സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെയാണ്? നല്ലൊരു വ്യത്യാസമില്ലേ? നാട്ടിൽ താമസിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ, ഇതിപ്പോ ബിൽഡിങ്ങിന്റെ മുകളിലല്ലേ. കൊതുക് ഉണ്ടാവില്ല. കൊതുകില്ല. ഇവിടെ ഇപ്പൊ എത്ര നാളായി നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പൊ ഒരു വർഷമായി ഏകദേശം. 1 വർഷമായി. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ, ഇഷ്ടപ്പെടാനത് എന്താ? എനിക്ക് ഇവിടുത്തെ എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയാ? ഡീമെറിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇത് സെക്യൂരിറ്റി പർപ്പസ് ആണ് അവരുടെ. നമ്മൾ ഇപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2-3 ലിഫ്റ്റ് കയറണം. അങ്ങനത്തെ ഒരു സംഭവം. നിങ്ങൾ എത്രാമത്തെ നിലയിലോ? നമ്മൾ 58. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ബുർജ് ഖലീഫയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് റെസിഡൻസിന് ഒരു സൈഡ് ഉണ്ടല്ലേ? അതെ. അപ്പൊ നിങ്ങൾ അല്ലാതെ വിസിറ്റേഴ്സ് വരികയാണെങ്കിൽ ഒരു കോഡ് അവരുടെ ഫോണിനകത്ത് വരണം. അവർക്ക് കയറാൻ വേണ്ടി ഇവരെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി നമുക്ക് കോഡ് ജനറേറ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ റെസിഡൻസ് ആയിട്ട് ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെ അതെ. അല്ല, ഇവിടെ ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട, ഞാൻ ഒരു കാർഡ് തരാം. ആ കാർഡ് വെച്ച് കൊടുത്താൽ മതി. കാർഡ് അങ്ങോട്ട് ടാപ്പ് ചെയ്യാം. ആ കാർഡ് ഒരു വെറൈറ്റി കാർഡാട്ടോ. അപ്പൊ ഒരു പുതിയ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സീനാണ്. ഓ, ഇതാ കാർഡ്. അത് പുതിയ കാർഡ്. ബുർജ് ഖലീഫയിൽ പോകണമെങ്കിൽ ഇതാ ഈ ഒരു കാർഡ് വേണം. ബ്ലാക്ക് വെക്കണം. പിന്നെ സാധനം ഇങ്ങോട്ട് വരില്ലേ? ഞാൻ കരുതി അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്താണ്. അപ്പൊ ഇതൊരു ഡിമെറിറ്റ് ആയിട്ട് പറഞ്ഞേ. റോഹന് പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വരുന്നത്. അതേടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട്. അതെ. സോ എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫ. ഓ, ഇത് അന്യായ വ്യൂ ആട്ടോ. അത് ഈ നമ്മൾ കയറി വരുന്ന പോർഷൻ ഉണ്ടല്ലോ. അമ്മയ്ക്കണോട്ടോ, ഡെയിലി വ്യൂ കണ്ട് മടുക്കില്ല അല്ലേ? വ്യൂ കണ്ടിട്ട് റോൾസ് റോയ്സ് കാരനെ ഞാൻ വെറുപ്പിച്ചു. ഓ, ഇത് മറ്റേ അണ്ണല്ലേ, സതീഷ് സാൻപാൽ. അതെ. ഇവിടെ വേറൊരു ബില്യനിയർ ബുഗാട്ടിയൊക്കെ ഉള്ള ഒരു ഇന്ത്യക്കാരനുണ്ട്. പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. നമുക്ക് ഇവിടെ നിർത്താം. സതീഷ് ചേട്ടൻ ഇറങ്ങിയോണ്ട്. സതീഷ് ചേട്ടാ സതീഷ് ചേട്ടൻ ഉണ്ട്. അതായിരുന്നു സതീഷ് സാൻപാൽ. ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു. ഓ, സതീഷ് ചേട്ടൻ്റെ വായിലുള്ള കേട്ടൊന്നും സതീഷ് ചേട്ടൻ ഏതൊരു പസാറ്റായിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ വാലിക്ക് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ബുർജ് ഖലീഫയുടെ അകത്ത്. ഐ എം വെരി എക്സൈറ്റഡ്. ഞാൻ നിങ്ങളെ കാണാനല്ലേ വലിയ വരാറ്. അതെ. വേറെന്തൊക്കെ കയറി നോക്കട്ടെ. ദ റെസിഡൻസ് ഇതൊരു സംഭവം തന്നെയല്ലേ, എത്ര തവണ വന്നാലും മടുക്കില്ല. പിന്നെ നീ ഇത് കണ്ടുപിടിച്ച പറഞ്ഞു കൊടുത്തില്ലേ? ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റാർ എന്താ ഡ്രം സെറ്റിനകത്ത് വരുന്ന സംഭവം ഉണ്ടല്ലോ, അതാണിത്. പക്ഷേ മേളിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് വെള്ളത്തിൻ്റെ ഡ്രോപ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേളിൽ ഫോളോ ചെയ്യും. അപ്പോൾ അതൊരു ക്ലിങ് ഒരു സൗണ്ട് വരും. ഒരു അടിപൊളി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നിങ്ങളിപ്പോൾ ആലോചിക്കുമായിരിക്കും, ഈ ബുർജ് ഖലീഫയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഗ്രോസറീസും പരിപാടികളെല്ലാം എടുക്കുക. സോ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് സമ്മതിക്കണം. ഇതുണ്ടോ,
ഫുൾ ഒരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പ് ഇതാ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതൊരു അടിപൊളി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്കിനി നേരെ ബുർജ് ഖലീഫയുടെ ഏറ്റവും ടോപ്പിൽ 123rd ഫ്ലോറിനകത്ത് റെസിഡൻസ് ലോഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം, അതിലേക്ക് പോകാം. പക്ഷേ അതിലേക്ക് പോകുന്നത് ഒരു ടാസ്ക് തന്നെ. ഈ റെസിഡൻസ് ലോഞ്ചിൽ കയറാൻ തന്നെ ഒരു 3-4 ലിഫ്റ്റ് കയറണ്ടേ. സോ നമുക്ക് എന്തായാലും ഇനി പോകാം. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ പാത. അതെ, അതുകൊള്ളാണ് പരിപാടി. നാളെ ആരോ വന്ന് പറയണേ ഇത് കൊള്ള സങ്കേതത്തിലേക്ക് പോണ പോലെ അത്ര. വേണ്ട, ഇവിടെയാണ് നമ്മുടെ അർമാനി ക്ലബും പരിപാടിയെല്ലാം ഉള്ളത്. സോ ഇത് നേരെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ദുബായ് മാളിൻ്റെ അകത്തേക്കാണ് അല്ലേ? യെസ്. You want to go to Dubai Mall? Oh, this is your Malayalam channel. സോ ഇതാണ് സാധാരണ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് മളി പോത്തില്ലേ, അതാണ് ഈ സംഭവം. അതൊക്കെ പൂട്ടിയില്ലേ? ഇപ്പം അറിയില്ലടാ, എല്ലാവരും പോയേക്കണ രാത്രി. സമയം ഇപ്പോൾ ഏകദേശം 11 മണിയാവാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ ഈ റെസിഡൻസ് ലോഞ്ച് 11 മണിയാകുമ്പോഴേക്കും പൂട്ടുമല്ലേ? ഒരു 11-11:30 വരെ ഒക്കെ ഉണ്ടാവും ഇവിടെ. സോ ഇതാണ് റെസിഡൻസിന് പോകാനുള്ള വഴി. കീപ് ക്ലിയർ. ഫുള്ളി കാർഡ് ടാപ്പ് ചെയ്തിട്ടുള്ള പരിപാടി. കാർഡെങ്ങാനും കളഞ്ഞു പോയാൽ പിന്നെ തെണ്ടി പോകില്ലേ? കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ ഒരു ഫൈൻ പറയും നമ്മളോട്. ഫൈനാ? അത് കൊടുക്കണം. പിന്നെ റീഇഷ്യൂ ചെയ്യണ്ടേ കാർഡ്? ആ ഫൈൻ എത്ര? അത് അറിയില്ല, എൻ്റെ പോയിട്ടില്ല ഇതുവരെ. നമുക്ക് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് കളഞ്ഞാലോ? മോനെ ചോദിക്കാം, നമുക്ക് കാർഡ് കളഞ്ഞ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ. എന്തായാലും കൊള്ളാം. ഇത് പുതിയ കാർഡാണ്. കൊള്ളാം കേട്ടോ. ഇതൊരു വെറൈറ്റി കാർഡായിട്ടുണ്ടല്ലേ. ഈ കാർഡിൻ്റെ പ്രത്യേകത ശേഷം നമ്മളിതാ ഇങ്ങനെ നടക്കുക. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ മിഷൻ ഇമ്പോസിബിളൊക്കെ ഷൂട്ട് ചെയ്തല്ല. ഇത് പരിപാടിയില്ല. അതായത് ഇതൊരു ഇതാ ഇങ്ങനെ ഉണ്ട് കയറി പോവാ. ഇവിടെ ഒരു ഇതുണ്ട്. എനിക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് തരാം ഞാൻ. എന്നാ എക്സ്ക്ലൂസീവ് തരട്ടെ? വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ല, പറയ്. ബുർജ് ഖലീഫയിലെ ടോപ്പിലേക്കുള്ള ഒരു ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഈ ലിഫ്റ്റ് ഇത് ജൂലൈ 24-നാണിത്. അതുവരെ ക്ലോസ്ഡാ. അതെന്തേ? ലിഫ്റ്റ് അടിച്ചു പോയാ? അത് 2 ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അത്രയും ആളുകൾ പാസ് ചെയ്യണമല്ലേ. ഒറ്റ ലിഫ്റ്റ് വെച്ചിട്ടാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓ, പക്ഷേ സമയം ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ ആയിരിക്കില്ലേ? കാരണം ഈ ലിഫ്റ്റ് നേരെ പോകുന്നത് 123. ഓ, അത് ടാസ്ക് ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളൊന്നും മണി നോക്കി ഒന്നും കാണില്ലല്ലോ. സോ ഇത് നേരെ 154 എന്നൊക്കെ ചെയ്തിട്ടും പക്ഷെ അവിടേക്കൊന്നും പോകത്തില്ലല്ലേ? ഈ ലിഫ്റ്റ് 123 നിൽക്കും. അവിടുന്ന് വേറെ ലിഫ്റ്റ് കയറാം നമുക്ക് വേണമെങ്കിൽ. ഓ, പക്ഷേ എന്തല്ലേ. By the way guys, this is one of the fastest elevators in the world. Yes. Really? Are you sure? അല്ലേ, എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണെന്നാണ്. പക്ഷെ ഏറ്റവും മുകളിൽ പോകാൻ ഏകദേശം 35-40 സെക്കൻഡ് ആയിട്ട്. നമ്മളിപ്പോൾ സി തന്നെ നിൽക്കാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ വണ്ടി? സ്റ്റാർട്ട് ചെയ്യാൻ ടൈം എടുക്കുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് കൗണ്ട് ചെയ്ത് നോക്കിയോ? സ്റ്റാർട്ട് ആയി. യെസ്. ഇനി എത്ര സമയം എടുക്കുന്നുണ്ട് നോക്കിയാൽ മതി. ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ടല്ലോ ട്രെയിനിൽ പോകുന്ന പോലെ. കുറേ വർഷമായില്ലേ? അതാണ് മറ്റേ ലിഫ്റ്റ് റെഡിയാക്കാൻ വെച്ചിട്ടുള്ളത് തോന്നുന്നുണ്ട്. കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും റെഡിയാക്കുക. അയ്യോ, 39. ഇവിടുന്ന് ഭയങ്കര ഫാസ്റ്റ് കേട്ടോ. അതോ പക്ക ബിസിനസ് ആൾക്കാരുടെ ലിഫ്റ്റ് ആട്ടോ. ലിഫ്റ്റ് ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ന്യൂസ് ആണ് ഇവിടെ. ഇത് ഈ ചാനൽ തന്നെ ഇതിൽ വെക്കുള്ളൂ, വേറെ മാറ്റില്ല അവര്. CNBC ബിസിനസ് 85, 87, 88, 90. അയ്യോ, ഒരു കുലുക്കൊണ്ട് കേട്ടോ. ഇത് ഉടൻ തന്നെ സർവീസ് ചെയ്യാൻ പറ. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. 111, 12, 140, 170. എന്തായാലും ഒരു 1 മിനിറ്റിന്റെ ഉള്ളിൽ എത്തുന്നുണ്ടാവും മാക്സിമം. നിങ്ങൾ തന്നെ പറയാം എത്ര സമയം എടുത്തു. നേരെ 120. പക്ഷേ ഈ 123rd ഫ്ലോർ എത്തുമ്പോൾ തന്നെ ചെവിയൊക്കെ നമ്മുടെ അടയും കേട്ടോ. ഒരു സംഭവം കൂടെ ഉണ്ട്. എനിവേ, ഇതാണ് നമ്മുടെ റെസിഡൻസ് ലോഞ്ച്. സൈഡ് ഓൾറെഡി ഹിയർ. സൈഡ് ഓൾറെഡി ഹിയർ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ റെസിഡൻസ് ലോഞ്ച്. ഇതിൻ്റെ ഭയങ്കര ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് കോഫി അല്ലേ. ചായ പോയി തപ്പി അടക്കണ്ട, ഇവിടെ തന്നെ ഉണ്ട്. Which drink you want? I'll get
ആപ്പിൾ ജ്യൂസ്. ഞാൻ ഇവിടുന്ന് ആപ്പിൾ ജ്യൂസാണല്ലോ കുടിച്ചത്. നിങ്ങൾ വെള്ളം തന്നെയാണല്ലോ മീൻ. അയ്യോ, അടിപൊളി. യെസ്, നമുക്കിന്ന് അവിടേക്ക് പോയാലോ? അടിക്കോ. ഇതിൻ്റെ അകത്താണ് ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ലൈബ്രറി ഉള്ളത്. അതും കൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഇല്ലേ? കാണിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അതെ അതെ, ഡെയിലി നമ്മൾ വന്ന് വായിക്കാറില്ലേ? ഇതാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. ഈ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷേ അന്യായ വ്യൂ. ഇതാട്ടോ ഇവിടെയുള്ള ലൈബ്രറി. എനിക്ക് തോന്നുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ലൈബ്രറിയാണോ? മേ ബി ഇല്ലേ? ഇവിടെ വന്ന ആളുകൾക്ക് ബോറടിക്കാണ്ടിരിക്കാനായിരിക്കില്ല. ഇത് താഴെ കാണുന്നത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ദുബായ് മാൾ. അതിൻ്റെ ഇപ്പുറത്തെ അഡ്രസ്സിൻ്റെ ഹോട്ടൽ. അമ്മേ, നിങ്ങൾ ഡെയിലി ഇവിടെ വന്നിരിക്കുമോ? ഏയ്, പക്ഷെ ഇവിടെ വന്നിരുന്ന് നമുക്ക് വർക്ക് ചെയ്യും ഇവിടെ ആളുകൾ. ഞാൻ വരുന്ന സമയത്തേ ഒരുപാട് ആളുകൾ ഇവിടെ വർക്ക് ചെയ്യണ കാണാം. ഇവിടെ താമസിക്കുന്നവർക്കുള്ള ലോഞ്ചല്ലേ, ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എഡിറ്റിംഗ് വരെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട്? സെലിബ്രിറ്റീസിനെ ഞാൻ കണ്ടിട്ടുള്ളത് കുറവാണ്. മലയാളത്തിൽ നിന്നുള്ളവരൊന്നും കണ്ടിട്ടില്ല, കുറവാണ്. പക്ഷെ കഴിഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു ലാലേട്ടൻ മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളിക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ ഞാൻ കേട്ടത്. പുതിയത് വാങ്ങിച്ചോ? പുതിയത് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മുമ്പുള്ളത് ഉണ്ടാവും, മേ ബി പുതിയ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ടാവും. സമ്മതിക്കണം, ഇതെന്തായാലും കൊള്ളാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ, ഭയങ്കര കാമും പീസ്ഫുള്ളും ഒക്കെ അല്ലേ. പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് നമ്മളറിയാം 123rd ഫ്ലോറിലാണ്. യെസ്, അതെന്തായാലും കൊള്ളാം. ഇതിനകത്തുള്ള ഈ ഫയർ വർക്സിൻ്റെ ഒക്കെ പരിപാടി എപ്പോഴാണ് തുടങ്ങുന്നത്? അത് നമ്മുടെ ഒരു നവംബർ ഡിസംബർ ആവുന്ന സമയത്ത് ഇവിടെ ഓരോ സംഭവങ്ങൾ ഇവർ സെറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോഴായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് അറിയില്ലത് എങ്ങനെ ഇവരിത് എപ്പോഴാണ് ചെയ്യണമെന്നൊന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയണമെന്നില്ല. ഇതിൻ്റെ ക്ലീനിങ് എപ്പോഴൊക്കെ നടക്കുന്നത്? ക്ലീനിങ് നമുക്ക് ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ക്ലീനിങ് ഒരു 3 months ഗ്ലാസ് ക്ലീനിങ് നടക്കും പുറത്ത്. എല്ലാ 3 months? എല്ലാ 3 months. പക്ഷെ അവർ സമ്മതിക്കണല്ലേ തൂങ്ങിയിട്ട് പുറത്ത്? ഭയങ്കര, പക്ഷേ സേഫാണ്. അവർ ഫുള്ള് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ ഹായ് ഒക്കെ കാണിച്ചാൽ അവർ കാണാൻ പറ്റുമോ? പുറത്തുനിന്ന് കാണിച്ചാൽ കാണാൻ പറ്റാൻ സാധ്യത കുറവാണ്. അതായത് മച്ചാൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും വൈറലായത്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. ബുർജ് ഖലീഫയിലെ ഗ്ലാസ് ക്ലീനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണ്. സിയോ എന്താ പറയാനുള്ളത് ഇത് കണ്ടിട്ട്? ക്ലീൻ ചെയ്യുന്നതാണ്, ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹൈറ്റ് ഇത്ര ഹൈറ്റിൽ വന്നിട്ടാണ് അവരെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നമ്മളെ കാണുന്നുണ്ടാവോ? നമ്മളെ കാണുന്നില്ലോ, കാണും, ചെറുതായിട്ട് കാണാതിരിക്കടാ. അതെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാ വീണ്ടും മേളിൽ നിന്ന് താഴെ ഇറങ്ങി. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്? ഇപ്പോൾ നമ്മൾ നമുക്ക് നമ്മളെ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നില്ലേ, ഫൗണ്ടെയിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, അതിപ്പോൾ ക്ലോസ് ചെയ്തൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഗെയിംസ് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കളിച്ചിട്ടില്ലേ മുമ്പ് പോയിട്ട്? അവിടെ പോവാം നമുക്ക്. അവിടെ ബില്ലിയാർഡ്സ് ഉണ്ട്, ടെന്നീസ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. ബൈ ദ വേ ഇവിടെയാണ് നമ്മുടെ അർമാനി ക്ലബ്ബ് വരുന്നത്. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സും പരിപാടിയൊക്കെ ഉണ്ട്. ആൻഡ് നമ്മൾ ഒന്നിങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അമ്മോ, സമ്മതിക്കണല്ലേ? അതെ, ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ കണ്ടു മടുത്ത് കാണൂല്ലേ? അങ്ങനൊന്നുമില്ല, അത് എത്ര കണ്ടാലും മതി വരാത്ത ഒരു സംഭവമാണത് ശരിക്കും പറഞ്ഞാൽ. ഇതില്ലേ, അന്യായ വ്യൂ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മറ്റേ 3D ഇവിടെയാണ് നമ്മുടെ മറ്റേ വലിയ ബിൽ ബോർഡും പരിപാടിയൊക്കെ വരുന്നില്ലേ? അതെ അതെ, ഈ വ്യൂ ആണ് അത്. ഈ വ്യൂ ആണ് അത്. അതാണ് നമ്മുടെ ദുബായ്. അവിടെ ഇരുന്നിട്ട് ആളുകൾ നോക്കാറുണ്ട്. നമ്മൾ ഈ സിനിമ ഒക്കെ ലോഞ്ച് ചെയ്യാറില്ലേ, സിനിമയുടെ ട്രെയിലർ പരിപാടികളൊക്കെ. അടിപൊളി. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും പരിപാടിയൊക്കെ. ധർമാനിയുടെ 1 of the റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളി. പക്ഷെ ഇവിടെ എന്താ നേരെ പോകുമ്പോൾ നിങ്ങൾ നോക്കുന്നത് അതാണ് നമ്മുടെ കിഡ്സ് സെക്ഷൻ. യെസ്, കിഡ്സിൻ്റെ പ്ലേ ഗ്രൗണ്ട് അല്ലേ? പ്ലേ ഏരിയ, സ്കൂൾ എന്ന് പറയുമോ? എന്താ പറയില്ല, സ്കൂൾ എന്ന് പറയില്ല, സ്കൂളല്ല, പ്ലേ ഏരിയ അല്ല. അതിൻ്റെ ഉള്ളിൽ വേറൊരു സെക്ഷൻ ഉണ്ട്. അവിടെ കുട്ടികളെ നമുക്ക് കൊണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ ടീച്ചറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു ഏരിയ തന്നെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ ഉള്ള. ഇത് മാത്രമല്ല, നോക്കണോ? നമ്മളിപ്പോൾ കുട്ടികളല്ലല്ലോ. ഇതാണ് നമ്മുടെ പ്ലേ ഏരിയ വരുന്നത്. സോ ഇതിൻ്റെ താഴെയാണ്
നമ്മുടെ ടെന്നീസ് കോർട്ടും ബില്ലിയാർഡ്സ് കളിക്കുന്ന ഏരിയയും ഫുട്ബോൾ കളിക്കുന്ന ഏരിയ ഒക്കെ വരുന്നത്. എന്തായാലും അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. കൊള്ളാല്ലേ, ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയില്ലേ? എവിടെയായിരുന്നു രാവിലെ ഒക്കെ? എവിടെയായിരുന്നു രാവിലെ? ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല, ഇന്നാ ഇവന്റ് വന്നേ ഉള്ളൂ. പോടാ, രാവിലെ മുതൽ വ്ളോഗ് എടുക്കൽ തുടങ്ങിയതൊക്കെ പറഞ്ഞ് അത് കുറച്ച് പ്രിപ്പയർ ചെയ്ത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കാണിച്ചു തരാം. എന്താ? നമ്മൾ മുമ്പ് ഇവിടെ വന്ന് കയറുന്ന സമയത്ത് നമുക്ക് കാർഡ് ടാപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലല്ലോ. ഇനിയിപ്പോ ഇവിടെ കയറുന്ന സംഭവം മൊത്തത്തിൽ ഇവർ മാറ്റിയിട്ടുണ്ട്. എന്തിപ്പോ? നിങ്ങൾ നോക്കി നോക്ക്. ഓ, ഫേസ് ഐ ഡി, ഫേസ് ഡിറ്റക്ഷൻ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച അല്ലേ? അതെന്തായാലും കൊള്ളാം. മുമ്പേ ശരിക്കും കുറെ ആൾക്കാർ വന്നിരുന്നല്ലോ, അത് ഒഴിവാക്കാനാ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത് കാലിയാന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ ഫേസ് ഡിറ്റക്ഷൻ ആരും കാണുന്നില്ല. ആരുമില്ല. വണ്ടി ഇവിടെ വരുമ്പോ ഫുള്ളായിരുന്നു, ബാസ്കറ്റ് ബോൾ കോർട്ടും ടെന്നീസ് കോർട്ടും. പക്ഷെ എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ എന്താ? ഇത് തന്നെ കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. തുറക്കാൻ പറ്റണില്ലേ? ഇതാണ് നമ്മുടെ ബില്ലിയാർഡ്സിന്റെ സെക്ഷന്. ഫുട്ബോൾ അടിപൊളി. അപ്പോൾ കളിക്കുന്നുണ്ടോ? ഒരു റൗണ്ട് കളിയല്ലേ? എന്നാ തുടങ്ങാം. എന്താ ഇപ്പൊ മെയിൻ പ്ലെയർ ആയെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ നീളപ്പോഴേ വന്നിട്ടുള്ളൂ, വേറെ വരാറില്ലല്ലോ. നമുക്ക് ഒരു സെഷൻ കളിച്ചതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കും. ഓക്കെ. ഗൈസ്, അപ്ഡേറ്റ്, ഞാൻ ജയിച്ചു. വെൽ പ്ലേഡ്. താങ്ക് യു സോ മച്ച്. സോ എനിവേ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ആദ്യത്തെ വ്ളോഗായിരുന്നു. മുമ്പ് വ്ളോഗ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ലൈക്ക് പ്രോപ്പർ വ്ളോഗ്, പുതിയൊരു ഇന്റൻഷനോടെ തുടങ്ങുന്ന വ്ളോഗ്. അപ്പോൾ നല്ല ഒരു വ്ളോഗ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. എല്ലാവിധ നിങ്ങൾ തന്നെ താഴെ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ വേറെ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു. സോ ഓൺ ദാറ്റ് നോട്ട്, that's a wrap for this video. I hope you guys enjoyed. If you guys want more videos like this, then make sure to subscribe with the like button and share this video. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ആഴ്ചയിൽ 3 വീഡിയോ വെച്ച് വരുന്നതായിരിക്കും. So that's a wrap. It's signing off. Peace.